നമസ്കാരം. തൃശൂർ പൂരത്തോടനുബന്ധിച്ച വെടിക്കെട്ടുപുരയിലുണ്ടായ ഭയാനകമായ സ്ഫോടനത്തിൽ 14 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ എത്ര പേർ മരിച്ചെന്ന് ഇപ്പോഴും പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. വെടിക്കെട്ടുപുരയിൽ ഏതാണ്ട് 32 പേർ ഉണ്ടായിരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അവരിൽ പലരെക്കുറിച്ചും വിവരമൊന്നുമില്ല. ഈ വെടിക്കെട്ട് അപകടത്തിൽ ചിന്നിച്ചെതറിപ്പോയ മൃതദേഹാവശിഷ്ടങ്ങൾ പോലും കണ്ടെത്തുക പ്രയാസമാണ്. ഏറ്റവും ഭയപ്പെടുത്തുന്ന മരണമാണ് അവർക്ക് സംഭവിച്ചത്. ഈ സംഭവത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വിവാദങ്ങൾ കൊഴുക്കുകയാണ്. തൃശൂർ പൂരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുന്ന ഗൂഢാലോചനയുടെ തുടർച്ചയാണ് ഇപ്പോഴത്തെ സംഭവവും എന്ന് വിശ്വസിക്കുന്ന ഭക്തർ ഏറെയുണ്ട്. അതല്ല, മനുഷ്യൻ്റെ ജീവൻ ബലി കൊടുത്തുകൊണ്ടുള്ള ഇത്തരം ദുരാചാരങ്ങൾ അവസാനിപ്പിക്കണം എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. തമിഴ്നാടുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ വെടിമരുന്ന് അപകടം കുറവാണ്. അതിന് കാരണം തമിഴ്നാട്ടിലാണ് ഈ വെടിമരുന്ന് മുഴുവൻ പടക്കങ്ങളായും മറ്റും മാറുന്നത് എന്നതാണ്. തമിഴ്നാട്ടിൽ സ്ഥിരമാണ് ഇത്തരം വെടിമരുന്ന് നിർമ്മാണശാലയിലെ അപകടങ്ങൾ. കേരളത്തിൽ ഇങ്ങനൊരു മഹാദുരന്തം സംഭവിച്ചിട്ടും തൃശൂർ പൂരത്തോടനുബന്ധിച്ച് വെടിക്കെട്ട് വേണ്ട എന്ന ഒരു തീരുമാനമെടുക്കാൻ ഇപ്പോഴും നമുക്ക് കഴിയുന്നില്ല. അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ യോഗം ചേരുകയാണ്. വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ചാൽ അത് പൂരം കലക്കാണ് എന്ന് വിശ്വസിക്കുന്ന അനേകം പേരുണ്ട്. ഈ മഹാദുരന്തമുണ്ടായിട്ടും ശക്തമായ പ്രതികരണം നടത്താൻ പല ഭക്തശിരോമണികളും മടിക്കുന്നത് ഇത് വിശ്വാസത്തിനെതിരാകും എന്ന് ഭയന്നാണ്. ഒരൊറ്റ ചോദ്യമേ അവരോടൊക്കെ ചോദിക്കാനുള്ളൂ: വിശ്വാസമാണോ മനുഷ്യൻ്റെ ജീവനാണോ വലുത്? ഇത്രയധികം മനുഷ്യരുടെ ജീവൻ കൊതിക്കുന്ന ഏത് ദൈവമാണ് മനുഷ്യരെ കാക്കുന്നത്? ജൂതമതവും ക്രൈസ്തവ മതവും ഇസ്ലാം മതവും ഒരുപോലെ ആദരിക്കുന്ന ആദ്യ പിതാവാണ് എബ്രഹാം. എബ്രാഹിമിൻ്റെ സന്തതികളാണ് ഈ 3 മതത്തിലും വിശ്വസിക്കുന്നത് എന്ന് നമുക്കറിയാം. ആ എബ്രാഹിമിനെ കുറിച്ച് 3 മതവും പറയുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ മകൻ ഇസഹാക്കിനെ ബലി കൊടുക്കാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ഇസഹാക്കുമായി എബ്രഹാം മലമുകളിലേക്ക് പോയ കഥ. ഈ 3 മതത്തിൽ വിശ്വസിക്കുന്നവരും ഇത് കേൾക്കുന്നത് അവരുടെ ബാല്യകാലത്താണ്. അപ്പോൾ ഓരോ കുട്ടിയുടെ മനസ്സിൽ മുറിവോടുകൂടി ഉണ്ടാകുന്ന ചോദ്യമാണ്: ദൈവം എന്തിനാണ് ഒരു കുട്ടിയുടെ ചോര ആവശ്യപ്പെടുന്നത് എന്നത്. ഒടുവിൽ ദൈവം ഒരു മുട്ടാടിനെ കൊടുത്ത് ആ ചോരയിൽ നിന്നും രക്ഷിച്ചു എന്ന ആശ്വാസ വാർത്തയുണ്ടെങ്കിലും എന്തിനാണ് ദൈവം ഒരു മനുഷ്യനെ ബലി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്നത് ഞെട്ടലോടുകൂടി മാത്രം ചോദിക്കുന്ന ചോദ്യമാണ്. ഇത്തരത്തിൽ നരബലികൾ എല്ലാ കാലത്തും ദൈവങ്ങൾക്കിഷ്ടമായിരുന്നു എന്നാണ് ഒട്ടുമിക്ക മതങ്ങളും പറയുന്നത്. ഹിന്ദു വിശ്വാസത്തിൻ്റെ ഭാഗമായി ധാരാളം നരബലികൾ നടന്നിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. ഗ്രീക്ക് ഇതിഹാസങ്ങളിലും ഈ നരബലി ഒഴിവാക്കാൻ കഴിയുന്നതല്ല. ഏറ്റവും പ്രസക്തമായ ചോദ്യം: മനുഷ്യൻ്റെ ചോര കൊതിക്കുന്ന ദൈവം എങ്ങനെയാണ് ദൈവമാകുന്നത് എന്നാണ്. ഇവിടെയും അതുതന്നെയാണ് പ്രസക്തമായ വിഷയം. ദൈവത്തിന് മനുഷ്യൻ്റെ ചോര കൊടുക്കണമെന്ന് ആരാണ് ഇത്ര വാശി പിടിക്കുന്നത്? നോക്കൂ, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി റിസ്ക് എടുത്ത് പണിയെടുത്ത 14 മനുഷ്യരുടെ ചോരയാണ്, അവരുടെ മാംസകഷ്ണങ്ങളാണ് ഇപ്പോൾ ദൈവത്തിന് നിവേദിച്ചിരിക്കുന്നത്. ആ നിവേദ്യം സ്വീകരിച്ച് ദൈവം സന്തുഷ്ടനാണ് എന്ന് വിശ്വസിക്കാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആർക്കെങ്കിലും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ദിവസം പോലും അമാന്തിക്കാതെ ഇക്കുറി ഈ പ്രത്യേക സാഹചര്യത്തിൽ വെടിക്കെട്ട് വേണ്ട എന്ന് തീരുമാനമെടുക്കുകയും ഇത്തരം വെടിക്കെട്ടുകൾ ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾക്കെതിരെ നമ്മൾ ഒരുമിച്ച് ശബ്ദിക്കുകയും വേണം. ഏത് സാഹചര്യത്തിലാണെങ്കിലും വെടിക്കെട്ടുകൾ ദുരന്തമുണ്ടാക്കുന്നതാണ്. ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലം ഒഴിവാക്കിക്കൊണ്ട് വെടിക്കെട്ട് നടത്താൻ ലണ്ടനും ദുബായുമൊക്കെ എത്രയോ മാതൃകകൾ നമുക്ക് കാണിച്ചിട്ടുണ്ട്. പുതുവർഷം പിറക്കുമ്പോൾ ബുർജ് ഖലീഫയുടെ ചുറ്റും ഉയർന്നു വരുന്ന ദീപക്കാഴ്ചകൾ നമുക്കെങ്ങനെ മറക്കാൻ കഴിയും? ലണ്ടൻ ഐയെയും ലണ്ടൻ പാർലമെൻറ്റ് മന്ദിരത്തെയും വലം വയ്ക്കുന്ന ദീപക്കാഴ്ചകളും മറക്കാൻ കഴിയില്ല. അവരൊക്കെ ചെയ്യുന്നത് പോലെ നയനമനോഹരമായി ഇത്തരം പൂരമൊരുക്കേണ്ട ബാധ്യതയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഇതേക്കുറിച്ച് ആചാരലംഘനം എന്ന് പറഞ്ഞ് നിശബ്ദത പാലിക്കുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. എത്ര മനുഷ്യരുടെ ജീവനാണ് ഇതിനോടകം പൊലിഞ്ഞിരിക്കുന്നത് എന്നോർക്കുക. ഇക്കാര്യത്തിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ DGPയുമായ R ശ്രീലേഖയുടെ അഭിപ്രായം പരിഗണിക്കുക തന്നെ വേണം. ഇന്ന് കാക്കിയിട്ട പോലീസ് എന്ന് പറഞ്ഞ് പോലീസിനെതിരെ സമരം നടത്തുന്നതിൻ്റെ പേരിൽ വിവാദമായ ശ്രീലേഖ ധൈര്യത്തോടുകൂടി ഇങ്ങനെ തുറന്നു പറഞ്ഞിരിക്കുന്നു: തൃശ്ശൂർ ഒരു വെടിപ്പൊരിക്ക് തീപിടിച്ച് 15 പേർ മരിച്ചു. കഷ്ടം, വെറുതെ പൊലിഞ്ഞ കുറേ ജീവനുകൾ. പൂരം വെടിക്കെട്ടിനായി പടക്കമുണ്ടാക്കുകയായിരുന്നു ഇവിടെ. പോലീസും ഫയർ റെസ്ക്യൂ വകുപ്പും അറിഞ്ഞിരുന്നോ അവിടെ ഇങ്ങനെയൊരു പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നുവെന്ന്? വേണ്ട സുരക്ഷാ നടപടികൾ ചെയ്തിരുന്നോ? ഇനിയും ഇതുപോലെ എത്ര പടക്ക നിർമ്മാണശാലകൾ തൃശ്ശൂരിലുണ്ട് എന്നറിയാമോ? അവരെ എത്ര എണ്ണം വേണ്ട സുരക്ഷിതത്വത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നറിയാമോ? ഇതൊക്കെ നോക്കാൻ ആർക്കാണ് സമയം?
എല്ലാ ഉദ്യോഗസ്ഥരും ഇപ്പോൾ രാഷ്ട്രീയം കളിച്ച് നടക്കുകയല്ലേ? ഏതെങ്കിലും അത്യാവശ്യ കാര്യത്തിന് ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്ത് അതെടുക്കാൻ ഏതെങ്കിലും ജില്ലാ പോലീസ് മേധാവികളുണ്ടോ? എന്തിനാണ് നമുക്ക് തീ കൊണ്ട് കളിക്കുന്ന ഇത്തരം പൂരങ്ങൾ, മനുഷ്യജീവൻ പണയം വെക്കുന്ന ഉത്സവങ്ങൾ, കാടുകൾ ജീവിക്കേണ്ട ആനയെ നിരത്തി നിർത്തി പീഡിപ്പിക്കുന്ന കെട്ടുകാഴ്ചകൾ? ഇനിയെങ്കിലും ഈ ഡിജിറ്റൽ യുഗത്തിലെങ്കിലും ഒരു പുനർവിചിന്തനം നടത്തിക്കൂടെ? നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് ആചാരപ്രകാരമുള്ള പൂജയും ഭക്തദർശനവും കാഴ്ചയുമൊക്കെയല്ലേ പ്രധാനം? ഉത്സവ സമയത്ത് മനുഷ്യനും മൃഗത്തിനും ഭൂപ്രകൃതിക്കും ദോഷം വരുത്തുന്ന വെടിക്കെട്ടുകളും മറ്റും വേണ്ട എന്ന് വെച്ചുകൂടെ? ശ്രീലേഖ പറഞ്ഞത് ഇനിയെങ്കിലും ഗൗരവത്തോടെ അധികാരികൾ ശ്രദ്ധിക്കണം, ഭക്തജനങ്ങൾ ശ്രദ്ധിക്കണം. പൂരം ആചാരത്തിൻ്റെ ഭാഗമാണ്, വെടിക്കെട്ടെങ്കിലും മനുഷ്യജീവനെടുക്കുന്ന പൂരത്തിൻ്റെ ആവശ്യമുണ്ടോ? ഒരു അൻവർ അനുവെഴുതിയിരിക്കുന്ന കുറിപ്പ് നോക്കുക. 2016 കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വെടിക്കെട്ടപകടം, മരണം 114. 2016 എറണാകുളം ജില്ല മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രം താലപ്പൊലിക്ക് വെടിക്കെട്ട് തയ്യാറാക്കുന്ന തെക്കേ ചേരുവാരം വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിൽ 2 മരണം. 2013 പാലക്കാട് പന്നിയാങ്കുറിശി കുളങ്കുന്നത്ത് പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറി, മരണം 6. 2011 ഷൊർണൂരിനടുത്ത് ത്രാങ്ങാലിയിൽ വെടിക്കെട്ടുപുരയ്ക്ക് തീപിടിച്ച് മരണം 13. 2008 ഫെബ്രുവരി 18 എറണാകുളം ജില്ലയിലെ മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രം താലപ്പൊലി വെടിക്കെട്ടിൽ ഡൈന ആളുകളുടെ ഇടയിൽ വീണ് പൊട്ടി 3 മരണം. 2006 തൃശ്ശൂർ പൂരത്തിന് തയ്യാറാക്കുന്ന വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്നതിനുണ്ടായ അപകടം, മരണം 7. 99 പാലക്കാട് ആളൂരിൽ ചാമുണ്ടിക്കാവ് താലപ്പൊലി ഉത്സവത്തിനിടെ ഉണ്ടായ വെടിക്കെട്ട് അപകടം, മരണം 8. 1998 പാലക്കാട് കഞ്ചിക്കോട് വെടിക്കോപ്പ് നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി, മരണം 13. 97 തൃശ്ശൂർ ചീയാരം പടിക്ക് നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി, മരണം 6. 90 കൊല്ലം മലനടയിൽ പോരുവഴി പെരുവിരുത്തി ക്ഷേത്രത്തിൽ വെടിക്കെട്ട് ഷെഡിലുള്ള അപകടം, മരണം 26. 84 തൃശ്ശൂർ കണ്ടശാങ്കടവ് പള്ളിപ്പെരുന്നാളിനുണ്ടായ വെടിക്കെട്ടപകടം, മരണം 20. 78 തൃശ്ശൂർ പൂരത്തിനനുബന്ധിച്ച കുഴിയമ്മട്ട് ലക്ഷ്യം തെറ്റി ആൾക്കൂട്ടത്തിൽ പതിച്ചുകൊണ്ട് അപകടം, മരണം 8. 52 ശബരിമല ജനുവരി 14 പകൽ 3 മണിക്കുണ്ടായ കരിമരുന്ന് സ്ഫോടനം, മരണം 68. ഇങ്ങനെ കണക്കുകൾ നീളുന്നു. കോടതിയുടെ അടക്കം കർശന നിർദ്ദേശങ്ങളുണ്ട്. എന്നിട്ടും വെടിക്കെട്ടുകൾ കുറവില്ല. അതിനെ തുടർന്ന് അപകടങ്ങൾക്കും. ഇതുപോലെ മറ്റൊന്നാണ് ആന. ഭക്തിയും വിശ്വാസവും ആചാര്യവുമൊക്കെ നടക്കട്ടെ. അപകടങ്ങൾ ഇരന്നു പാകുന്ന ആചാര ആഘോഷങ്ങളോടെ ഇനിയെങ്കിലും അകലം പാലിക്കണം. ബ്രിജിത് കൃഷ്ണ ഇങ്ങനെ എഴുതുന്നു: ആഘോഷങ്ങൾ സന്തോഷത്തിനാണ്, ദുരന്തത്തിനല്ല. സുരക്ഷിതമായ സംഭരണവും ഉത്തരവാദിത്വമുള്ള കൈകാര്യവും ഉറപ്പാക്കിയാൽ മാത്രമേ വെടിക്കെട്ട് യഥാർത്ഥത്തിൽ ആഘോഷമായി മാറൂ. വെടിക്കെട്ട് അപകട വാർത്തകൾ ഓരോ തവണയും ആവർത്തിക്കുമ്പോൾ ഉയരുന്നൊരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട് ഇത്ര വലിയ നാശനഷ്ടം? ഉത്തരം ലളിതമാണ്. സാമ്പിൾ വെടിക്കെട്ട്, മുഖ്യ വെടിക്കെട്ട്, പകൽ വെടിക്കെട്ട് എന്നിങ്ങനെ വ്യത്യസ്ത ആവശ്യങ്ങൾക്കുള്ള സ്ഫോടക വസ്തുക്കൾ മുഴുവൻ ഒരൊറ്റ ഗോഡൌണിൽ കരുതി വയ്ക്കുന്ന രീതി. ഇത് താൽക്കാലിക സൗകര്യവും ചെലവ് ലാഭവും ലക്ഷ്യമാക്കിയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരിടത്ത് മുഴുവൻ സ്ഫോടക വസ്തുക്കളും കൂട്ടിയിടുമ്പോൾ ഒരു ചെറിയ അശ്രദ്ധ പോലും വൻ പ്രതികരണത്തിന് വഴിയൊരുക്കും. ഒരു പൊട്ടിത്തെറിയിൽ നിന്ന് ആരംഭിച്ച അടുത്തുള്ള മുഴുവൻ സ്റ്റോക്കും പൊട്ടിത്തെറിക്കുകയും തീ ആളിപ്പടരുകയും ചെയ്യുന്നു. ശാസ്ത്രീയ സംഭരണമാണ് പരിഹാരം. സ്ഫോടക വസ്തുക്കൾ തരംതിരിച്ച് പ്രത്യേക കണ്ടെയ്നറുകൾ സൂക്ഷിക്കുകയാണ് ആദ്യപടി. ഓരോ കണ്ടെയ്നറും ചൂടും തീപ്പൊരിയും തടയുന്ന വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതും പരസ്പരം അകലത്തിൽ സ്ഥാപിച്ചതുമായിരിക്കണം. അതോടൊപ്പം അഗ്നിശമന സേനയ്ക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന നിയന്ത്രിത പ്രവേശനമുള്ള സ്ഥലത്ത് മാത്രമേ സംഭരണം പാടുള്ളൂ. ഇങ്ങനെ ചെയ്താൽ ഒരു കണ്ടെയ്നർ തീപിടിച്ചാലും അത് മറ്റുള്ളവയിലേക്ക് പടരാതെ തടയാൻ സാധിക്കും. ഫലം അപകടത്തിൻ്റെ വ്യാപ്തി കുറയുകയും മരണസംഖ്യ ഗണ്യമായി കുറയുകയും ചെയ്യും. സൂര്യതാപം മാത്രമാണ് കാരണം. ഇന്നലെ താരതമ്യേന ചൂട് കുറഞ്ഞ ദിവസമായിരുന്നു എന്നത് അവഗണിക്കാനാവില്ല. തൃശ്ശൂരിൽ ഏപ്രിൽ മാസത്തിൽ പോലും ചില ദിവസങ്ങൾ താപനില 35 ഡിഗ്രിയിൽ താഴെയാണ്. സാധാരണ സാഹചര്യത്തിൽ ഗുണനിലവാരമുള്ള സ്ഫോടക വസ്തുക്കൾ സൂര്യതാപം മൂലം പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് സൂര്യതാപം ഏറ്റു പൊട്ടിത്തെറിച്ചു എന്ന വിശദീകരണം ശാസ്ത്രീയമായി പരിശോധിക്കേണ്ടതുണ്ട്. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട്, രാസപ്രവർത്തനം, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കൈകാര്യം ചെയ്യൽ എന്നിവയാണ് യഥാർത്ഥ കാരണമാകാനുള്ള സാധ്യത കൂടുതൽ. ഈ കാര്യങ്ങൾ വിദഗ്ധ ഫോറൻസിക് പരിശോധന മാത്രം ഉറപ്പാക്കാനാവൂ. കരിമരുന്ന് ശാല ഒരു സുരക്ഷാ മേഖലയാണ്. ഇവിടെ ചെറിയൊരു തീപ്പൊരി പോലും വൻ ദുരന്തത്തിലേക്ക് നയിക്കാം. അതുകൊണ്ട് പ്രകാശത്തിനായി ലൈറ്റുകൾ കണ്ണാടിയിൽ അടിച്ച് വെള്ള നിറമുള്ള ചുമരിൽ റിഫ്ലക്റ്റ് ചെയ്യണം എന്നതുൾപ്പെടെയുള്ള കർശന ചട്ടങ്ങൾ നിലവിലുണ്ട്. ലോഹോപകരണങ്ങൾ പോലും ഒഴിവാക്കി സ്പാർക്ക് ഉണ്ടാക്കാത്ത രീതിയാണ് ഇവിടെ ജോലി ചെയ്യേണ്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് നേരെ വിപരീതമാണ്. അക്രഡിറ്റേഷൻ ഉള്ളതും ഇല്ലാത്തതുമായ പത്രപ്രവർത്തകരും തേരാപ്പാരം നടക്കുന്ന യൂട്യൂബർമാരും കരിമരുന്ന് ശാലയിലേക്ക് അനിയന്ത്രിതമായി കയറി ഇറങ്ങുന്നു. ഫ്ലാഷ് ലൈറ്റുകൾ, നൂറുകണക്കിന് ബാറ്ററികൾ, മൊബൈൽ ഫോണുകൾ, മറ്റ് സ്പാർക്ക് സാധ്യതയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയുമാണ് ഇവർ എത്തുന്നത്. ഒരു നിമിഷം അശ്രദ്ധ പോലും കൂട്ടപ്പൊട്ടിത്തെറിയിലേക്ക് കാരണമാകുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ പ്രവേശനം അതീവ അപകടകരമാണ്. ഇതിലും ഗൗരവമുള്ള മറ്റൊന്നാണ് കെമിക്കലുകൾ കൈകൊണ്ട് കുഴച്ചു നിറയ്ക്കുന്ന പ്രാകൃതവും നിയമവിരുദ്ധവുമായ രീതിയെക്കുറിച്ചുള്ള ഒരു മാധ്യമ പ്രവർത്തകനും ഇതുവരെ ഗൗരവമായി റിപ്പോർട്ട് ചെയ്തതായി കാണുന്നില്ല. സുരക്ഷാ വീഴ്ചകളും നിയമലംഘനങ്ങളും തുറന്നു കാട്ടേണ്ട മാധ്യമങ്ങൾ പകരം കാൽപ്പനിക കഥകളും വൈകാരിക രംഗങ്ങളുമാണ് റേറ്റിംഗിന് വേണ്ടി പ്രചരിപ്പിക്കുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ കടലാസിൽ മാത്രം ഒതുങ്ങുകയും
മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം റേറ്റിംഗിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യുമ്പോൾ അപകടം അനിവാര്യമാകുന്നു. കരിമരുന്ന് ശാലയിലേക്കുള്ള പ്രവേശനം കർശനമായി നിയന്ത്രിക്കുകയും സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ട കാലത്തിൻ്റെ ആവശ്യമാണ്. ആരെങ്കിലും ഒരു കുഞ്ഞു കപ്പാസിറ്റർ എത്തിച്ചാൽ പോലും അപകടമുണ്ടാവും. ദേഹപരിശോധന സംവിധാനങ്ങൾ ഒന്നുമില്ലാതെയാണല്ലോ ഇവിടെ പുറമെയുള്ളവർ എത്തുന്നത്. ഈ കുറിപ്പ് മുഴുവൻ വായിക്കുന്നില്ല. ഇത്തരമൊരു സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് തൽക്കാലം കരിമരുന്ന് കലാപരിപാടികൾ പൂർണ്ണമായും നിരോധിക്കുകയാണ്. മനുഷ്യജീവൻ ഇഷ്ടപ്പെടുന്ന, ചോര കൊണ്ട് തൃപ്തിയടയുന്ന ഒരു ദൈവവും ഈ ലോകത്തുണ്ടാവാൻ സാധ്യതയില്ല. അത്തരം ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദയവായി കരിമരുന്ന് കലാരൂപങ്ങൾ അവസാനിപ്പിക്കുക. വെടിക്കെട്ടിൻ്റെ പേരിൽ മനുഷ്യനെ ചോര ചിന്തുന്നത് ഇല്ലാതാക്കുക.